ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മൊബൈൽ ഫോണിന്റെ ബാറ്ററി തീർന്നു പോവുക, അതുപോലെ തന്നെ നമ്മുടെ നെറ്റ് തീർന്നു പോകുന്നത്. ബാറ്ററി തീർന്നു പോകുന്നത് എങ്ങനെയാണ് സോൾവ് ചെയ്യാനുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അത് പോയിട്ട് വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ പറയുന്നത് നമുക്ക് നെറ്റ് പെട്ടെന്ന് തീർന്നു, അത് നമുക്ക് സർവീസ് പ്രൊവൈഡർ ഏതാണെങ്കിലും ജിയോ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും നമുക്ക് തരുന്ന GB ഡെയിലി 1.5 GB ആയിരിക്കും. അത് നമുക്ക് ഏകദേശം ഉച്ചയാകുമ്പോഴേക്കും തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ആയ പ്ലാറ്റ്ഫോമുകൾ, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇതിലൊക്കെ നമ്മൾ കണ്ട് റീൽസും വീഡിയോസൊക്കെ കണ്ടിട്ട് തീർന്നു പോകുന്നൊരു പതിവുണ്ട്. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷൻ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം നെറ്റ് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അവർക്ക് കൂടി ഇതൊന്ന് അറിഞ്ഞോട്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇതൊന്നും അവർക്ക് അറിയലുണ്ടാവില്ല. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ തന്നെ നമ്മള് ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെയുള്ളതിലൊക്കെ കളിച്ച് അവസാനം നമ്മുടെ ഫോണിലുള്ള നെറ്റ് പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് അല്ലെ. അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഈ നെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നതിന് നല്ല സൂപ്പർ സൊല്യൂഷൻ നമ്മുടെ ഫോണിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാന്നുള്ളത്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ ആ സെർച്ച് ചെയ്യുന്ന ബാർ കണ്ടിട്ടില്ലേ, ആ സെർച്ച് ചെയ്യുന്ന ബാറിന്റെ അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൊബൈലിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ താഴെ മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ സെർച്ചിൽ തന്നെ നമ്മുടെ സെറ്റിംഗ്സിൽ തന്നെ ഇവിടെ കാണാം വൈഫൈയുടെ തൊട്ട താഴെയായിട്ട് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ നേരെ ഈ ഒരു ഇന്റർഫേസിലേക്കാണ് വരുന്നത്. നമ്മുടെ രണ്ട് സിമ്മുകൾ ഏതാന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട താഴെ മൊബൈൽ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതിന്റെ തൊട്ട താഴെ കണ്ടില്ലേ ഡാറ്റ യൂസേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ ഡാറ്റ യൂസേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള ഇന്റർഫേസിലേക്കാണ് വരിക. അവിടെ നമുക്ക് ഏതെല്ലാം ആപ്പുകൾ എത്രത്തോളം ഡാറ്റ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ പറയുന്നത് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഡാറ്റ യൂസേജ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡാറ്റ യൂസേജ് ലിമിറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ നമുക്ക് കണ്ടില്ലേ സ്റ്റാർട്ട് കാൽക്കുലേറ്റിംഗ് ഡാറ്റ യൂസേജ് ഫ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ദിവസത്തേക്കുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ, അതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഏകദേശം നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അതിന് തൊട്ട താഴെയായിട്ട് ഡെയിലി ഡാറ്റ യൂസേജ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡെയിലി നിങ്ങൾക്ക് എത്ര ഡാറ്റ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്തിട്ട് ഡാറ്റ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഡെയിലി നമുക്ക് 1.5 GB ആണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 GB ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഡാറ്റ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് കാൽക്കുലേഷൻ കിട്ടും. നമുക്ക് ഡെയിലി എത്ര നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെയിലി എത്ര യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാനൊരു 1.5 GB ആണെങ്കിൽ അത് ചെയ്തു. അതിനുശേഷം സെറ്റ് ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്തൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് മന്ത്ലി ഡാറ്റ യൂസേജ് ലിമിറ്റ്. ഒരു മാസം നമ്മൾ എത്ര യൂസേജ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു 1.5 GB പ്രകാരം നമ്മൾ ഒരു 30 ദിവസത്തേക്കാണെങ്കിൽ എത്ര GB വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 1 GB ആണെങ്കിൽ ഒരു 30 GB വരെ എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അത് തീരാനാവുന്ന സമയത്തേക്ക് തന്നെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്ന രീതിയിൽ, അലേർട്ട് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നെറ്റ് വളരെ പെട്ടെന്ന് തീരാത്ത രീതിയിൽ നമുക്ക് ചെയ്തു വെക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് സെൻഡ് അലേർട്ട് ഓൺലി എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അലേർട്ട് ആയിട്ട് നമ്മുടെ ഫോണിലേക്ക് വരും. അല്ലെങ്കിൽ അതിന്റെ തൊട്ട താഴെ അലേർട്ട് വരുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി നെറ്റ് തീരുന്ന സമയത്ത് ഓഫ് ആവുന്ന രീതിയിൽ വേണമെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നെറ്റ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പരിധിയിൽ തന്നെ ഫോൺ കൊണ്ടുവന്ന് നിങ്ങളുടെ കൺട്രോളിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അതിന് തൊട്ടടുത്ത് കാണുന്ന ഡാറ്റ സേവിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ ഡാറ്റ സേവിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നെറ്റ് ലാഭിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഡാറ്റ സേവിംഗ് എന്നുള്ളത്. അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് വളരെയധികം ഡാറ്റ ഇവിടുന്ന് ലാഭിക്കാൻ പറ്റും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആപ്പുകൾ, പ്രത്യേകിച്ച് ഇമെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരില്ല. നിങ്ങൾ ഇതൊന്ന് കൃത്യമായിട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക.